നമസ്തേ. 2026 ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംശയങ്ങളും കൺഫ്യൂഷനുകളും ഉണ്ടോ? അപ്പോൾ ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എങ്ങനെ വേണം 2026 ജിം പ്ലാൻ തയ്യാറാക്കാൻ എന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ട്രെയിനറായ സിദ്ധാർത്ഥാണ്. ഹായ് സിദ്ധാർത്ഥ്. ഹായ്. വലിയ വർക്കൗട്ടിലാണോ? ഞാൻ സഹായിക്കണോ? അല്ല, ഒരെണ്ണം മതിയായി. പറ്റും. എന്നെ കൊണ്ട് പറ്റും. ഇല്ല, ബുദ്ധിമുട്ടാ. ചെറുത് എന്തെങ്കിലും കിട്ടുമോ? ചെറുത് 5 kg ഉണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത് എത്ര kg വരെ സിദ്ധാർത്ഥ പറ്റും? എനിക്കൊരു 17.5. ഇത് കൂടി എനിക്കും പറ്റും. സിമ്പിളാ, പിടിച്ചോ. എന്നല്ല, ഇതിനെ പിടിക്കേ. ഓക്കെ, ഞാൻ എന്താ വന്നതെന്ന് വെച്ചാൽ 2026 എനിക്ക് എളുപ്പത്തിൽ തടി കുറയ്ക്കാനുള്ള സാധിക്കും. തീർച്ചയായിട്ടും പറ്റും. എളുപ്പത്തിൽ തടി കുറയ്ക്കാം, പെട്ടെന്ന് കുറയും. എന്നാ ഒന്ന് പഠിപ്പിക്കാവോ? ഓക്കെ. എങ്ങനെയാണ് എളുപ്പത്തിൽ തടി കുറയ്ക്കാൻ പറ്റുന്നത്? ചെറിയ ചെറിയ എക്സസൈസ് മതി. ഇതാണോ? ആ, ഇതിന്റെ പേര് സീറ്റഡ് റോ ആണ്. എന്താണ് സീറ്റഡ് റോ? ഓക്കെ. 1 ഓക്കെ 2 ഓക്കെ. 2 ചെയ്താൽ മതി. തടി കുറയും. പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇല്ല. നമുക്ക് എളുപ്പത്തിൽ തടി കുറയ്ക്കാൻ പറ്റത്തില്ല. ടൈം എടുക്കും. അപ്പൊ ഈ 7 ദിവസത്തിൽ തടി കുറയ്ക്കാന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പൊ അത് നടക്കത്തില്ല. അപ്പൊ എനിക്ക് 2026 തടി കുറയ്ക്കണം. അതിനുള്ള കുറച്ച് പ്ലാൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാമോ? തടി കുറയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം പ്രോപ്പർ ന്യൂട്രീഷൻ, പിന്നെ പ്രോപ്പർ ഗൈഡൻസോടുള്ള വർക്കൗട്ട് ഷെഡ്യൂള്, പിന്നെ ഞാൻ പറഞ്ഞ അതേപോലെ സ്ലീപ്പ്, ഇതെല്ലാം വേണം. ഇതിനൊക്കെ മുന്നേ ഞാൻ എങ്ങനെയാണ് എന്റെ ഗോൾ സെറ്റ് ചെയ്യണ്ടേ? ഗോൾ ആദ്യം സ്മാൾ ഗോൾസ് സെറ്റ് ചെയ്യണം. ഓക്കെ. ഇതിപ്പോ വലിയ ഗോളായിരുന്നു, അതുകൊണ്ട് വലിയ ഗോളായിരുന്നു. അതായത് നമ്മൾ തുടക്കമേ മെഷീനറി നോക്കരുത്. നമ്മൾ ഗ്രൗണ്ട് വർക്കൗട്ട്സ് ചെയ്യണം. ഗ്രൗണ്ട് വർക്കൗട്ട്സിൽ നമ്മൾ സ്മാൾ ഗോൾസ് അച്ചീവ് ചെയ്യണം. മനസ്സിലായോ? അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ആവണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മെഷീനറിയിലോട്ട് വരാൻ. മനസ്സിലായോ? ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോകരുത്, നമ്മൾ ഫിറ്റ് ആകാൻ വേണ്ടി പോകണം, അത് നമുക്ക് ഇഞ്ചുറി ഇല്ലാതിരിക്കാൻ വേണ്ടി പോകണം. എന്താ നമ്മൾ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ? നമ്മള് ഫാറ്റ് ലോസ് എന്നുള്ളത്, വെയിറ്റ് ലോസിന് പുറമെ ഫാറ്റ് ലോസ് എന്നുള്ളത് സെക്കൻഡറി നമ്മുടെ ഗോൾ ആക്കിയിട്ട് പ്രൈമറി ഗോള് നമുക്ക് എങ്ങനെ ഇഞ്ചുറി വരാതെ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്ത് പോവാം. കാര്യം ഇന്ന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നാളെ വരാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇഞ്ചുറി വരാതെ നാളെയും പ്രോഗ്രസീവ് ആയിട്ട് എങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്ത് പോവാന്നുള്ളത് പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. പിന്നെ ഒരു ട്രെയിനറിന് പുറമെ നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലാവും? ഒരാൾ മോട്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കൺസിസ്റ്റൻസി അല്ല. നമ്മൾ സെൽഫായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. സ്ത്രീകൾക്ക് ഇത്ര, പുരുഷന്മാർക്ക് ഇങ്ങനെ, അങ്ങനെയൊന്നുള്ള ഒരു കാറ്റഗറിയെ ഇല്ല. എല്ലാവർക്കും വർക്കൗട്ട്സ് ചെയ്യാം. ഏത് വേരിയേഷനിലുള്ള വർക്കൗട്ടും എല്ലാവർക്കും ചെയ്യാം. അപ്പൊ എന്നാലും ഇനിയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് സിദ്ധാർത്ഥിൽ നിന്ന് അറിയാനുണ്ട്. എങ്ങനെ വേണം വർക്കൗട്ട് ചെയ്യാൻ, എന്തൊക്കെ ഫുഡ് വേണം കഴിക്കാൻ, ഇതൊക്കെ നമുക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു തരും. അതിന് മുന്നേ സിദ്ധാർത്ഥ് എങ്ങനെയാ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാലോ? എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം, അല്ലെ? ഓക്കെ. അപ്പോൾ ട്രെയിനറായ സിദ്ധാർത്ഥാണ് ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് എല്ലാം മറുപടി തരാൻ പോകുന്നത്. സിദ്ധാർത്ഥ്, നമസ്കാരം. സിദ്ധാർത്ഥ്, ഇപ്പൊ ഞാന് 2026 തടി കുറയ്ക്കാൻ ഞാൻ പ്ലാൻ ചെയ്യാന്നിരിക്കട്ടെ, എന്താണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മള് ന്യൂട്രീഷൻ പ്രോപ്പർ ആക്കണം. പിന്നെ നമ്മള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ സ്ലീപ്പ് ഒരു മെയിൻ ആണ്. ഇത് 3 ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് ശരിയാക്കണമെങ്കിൽ ഇത് 3 എന്തായാലും വേണം. ഇപ്പൊ ഈ ജിമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ തടി കുറയും? ജിമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ട്രെയിനറുടെ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. എത്ര ടൈം അതിനെ എടുക്കുന്നത്? നമ്മൾ എടുക്കുന്ന ഡെഡിക്കേഷനും പ്രോപ്പർ ഡയറ്റ് പോലെ ഇരിക്കും. നമ്മുടെ കയ്യിലാണ് മെയിൻ എലമെന്റ്. നമ്മൾ അതിന് റെഡി ആവണം. നമ്മൾ മെന്റലിയും ഫിസിക്കലിയും റെഡി ആവണം. ഇപ്പോ നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ട്, ഈ ന്യൂ ഇയർ ആകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ബോധം വരും. 2026 ഞാൻ നന്നാവും, വണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കും, ജിമ്മിലേക്ക് വരും. പക്ഷെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കുകളായി,
ഒഴിച്ചുകൂടാൻ പറ്റാത്ത പരിപാടികളായി അങ്ങനെ അതൊന്ന് സ്കിപ്പായി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണും. അങ്ങനെ നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു കാറ്റഗറി മാറ്റി വെക്കണം. നമ്മൾ ഫാറ്റ് ലോസിനാണ് പ്രാധാന്യം കൊടുക്കാനുള്ളത്. ഫാറ്റ് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വിസറൽ ഫാറ്റും സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഉണ്ട്. അതിൽ വിസറൽ ഫാറ്റ് ആണ് നമ്മളെ ഓർഗാൻസിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ്. നമ്മൾ ആ ഫാറ്റ് മാറ്റിയിട്ട് വേണം നമ്മൾ വെയിറ്റ് ലോസിലോട്ട് എയിം ചെയ്യാൻ. നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു പനി പിടിച്ചാലും കുറച്ച് ദിവസം വയ്യാതായാലും നമുക്ക് തനിയെ നമുക്ക് വണ്ണം കുറയും. അതാണ് വെയിറ്റ് ലോസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഫാറ്റ് ലോസ് അതല്ല. ഫാറ്റ് ലോസ് നമ്മൾ കറക്റ്റ് പ്രോപ്പർ ഡയറ്റ്, ന്യൂട്രീഷൻ, പിന്നെ അതേപോലെ വർക്കൗട്ട്സ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിന് അങ്ങനെ വെയിറ്റ് ലോസ് പ്ലസ് ഫാറ്റ് ലോസ് കുറയ്ക്കുന്നതാണ് നമുക്ക് ആ ഒരു ബോഡി ചേഞ്ച് വരുത്തുന്നതാണ് നമ്മുടെ ആ ഒരു ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. ഇപ്പൊ നമ്മൾ വീക്ക്ലി എല്ലാ ദിവസവും നമ്മൾ വർക്കൗട്ട് ചെയ്യണം? വീക്ക്ലി എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. ചെയ്യാൻ പാടില്ലാന്നുണ്ടോ? പാടില്ലാന്നില്ല. നമുക്ക് നമ്മുടെ ബോഡി സ്ട്രക്ചർ നോക്കണം ഒരാളുടെ. പിന്നെ അവരുടെ ഏജ് നോക്കണം. പിന്നെ അവരുടെ ജോബ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, മോർണിംഗ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. പിന്നെ അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ നമുക്ക് അത് ചെക്ക് ചെയ്യണം. പിന്നെ അങ്ങനെ അവരുടെ ഏജ്, പിന്നെ അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ട് വരുന്നവരാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പല കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ആള് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വരികയാണ്, നിങ്ങൾ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ആദ്യം നമ്മൾ അവരുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. നിർബന്ധമായിട്ടും. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇത് എന്തെങ്കിലും ഡോക്ടറിന്റെ സജഷനോടെ വന്നിട്ടുണ്ടോന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ അവരുടെ എയിം എന്താണെന്ന് ചോദിക്കും. ഇപ്പൊ മിക്കവരും പറയുന്നത് വെയിറ്റ് ലോസ് എന്നാണ് പറയുന്നത്. അവർക്ക് ഫാറ്റ് ലോസ് വേണ്ട, വെയിറ്റ് ലോസ് ആണ് മെയിൻ. നമ്മളത് ചോദിക്കും. പിന്നെ അവരുടെ അവര് മെന്റലി ഇതിന് സ്റ്റേബിൾ ആണെന്നുള്ളത് നമ്മളവിടെ ക്രോസ് ചെക്ക് ചെയ്യും. ദെൻ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മളത് കവർ ചെയ്യും. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ പ്രണയമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിരഹമൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോകാൻ തുടങ്ങുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താ അതിന്റെ ബാക്കിലുള്ള ഒരു ഗുഡൻസ്? അതിന്റെ ബാക്കിലുള്ള ഗുഡൻസ് മോട്ടിവേഷൻ തന്നെയാണ്. അതായത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ, അതായത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള ഒരു മോട്ടിവേഷൻ മാത്രമാണ്. നമ്മുടെ സ്വയമേ എടുക്കുന്ന ഒരു തീരുമാനമല്ല, പുറമെ പറഞ്ഞു കേട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് മെന്റലി നമുക്ക് ഒരു റിലീഫ് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടുള്ള ഒരു ഇത് കൊണ്ടാണ് എല്ലാവരും ജിമ്മിലോട്ട് അങ്ങനെ പോകുന്നത്. ഇവിടെ സിദ്ധാർത്ഥ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? അങ്ങനെ ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്താ സിദ്ധാർത്ഥ അപ്പൊ ഈ ജിം അല്ലെങ്കിൽ ട്രെയിനിങ് അങ്ങനെ വന്നത് പ്രണയ നൈരാശ്യം? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഓക്കെ. എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്? ജീവിതത്തിൽ മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ബേസിക് അറിയാതെയാണ് ഇവിടെ വന്ന് കയറിയത്. നമ്മുടെ ഫിറ്റ്നസ് മേഖലയിൽ വന്ന് കയറിയത്. വന്ന് കയറിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെന്റലി നമ്മൾ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിസിപ്ലിൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി. ഡിസിപ്ലിൻ ഒരു മെയിൻ സ്ട്രക്ചർ ആണെന്ന് തോന്നി ഇതിന്റെ. അതിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ പഴയതിലോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു നമുക്ക് ടൈം കിട്ടിയില്ല. നമ്മൾ പുതിയ കാര്യങ്ങളിലോട്ട്, അച്ചീവ്മെന്റിലോട്ട് ഫോക്കസ് ചെയ്തു. ഞാൻ ഇവിടെ വരുമ്പോ കേട്ടു സിദ്ധാർത്ഥ രാത്രി 10 മണിയാകുമ്പോ സ്വിച്ച് ഇട്ട പോലെ കിടന്നുറങ്ങുമെന്ന്. എന്താണ്? അതെ, 10 മണിക്ക് ഉറങ്ങും? നൈറ്റ് ഞാൻ പ്രോപ്പർ സ്ലീപ്പ് ആണ്. എത്ര മണിക്ക് ഉറങ്ങും? ഞാൻ ഒരു 10-10:30 ഉറങ്ങും. എന്താണ് നേരത്തെ ഉറങ്ങുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഉറങ്ങുന്നതിന്റെ ഗുണങ്ങൾ നമ്മുടെ ബോഡിയിൽ ബയോമെക്കാനിസം പ്രോപ്പർ ആയിട്ട് നടക്കും. അതായത് നമ്മുടെ ഒരു മനുഷ്യന് വേണ്ടത് പ്രോപ്പർ സ്ലീപ്പാണ്. നമ്മൾ നൈറ്റ് കറക്റ്റ് സ്ലീപ്പ് ആയിരുന്നാൽ നമുക്ക് മോർണിംഗ് നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡേ ഫുൾ വേസ്റ്റ് ആണ്. അതായത് കറക്റ്റ് ഒരു ഐഡിയൽ ടൈം എന്ന് പറയുമ്പോൾ 10 to 4:30 or 5 മോർണിംഗ്. ഇതാണ് ഒരു ഐഡിയൽ സ്ലീപ്പ്. ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ട ഒരു ഐഡിയൽ പ്രോപ്പർ സ്ലീപ്പ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. എത്ര മണിക്കൂർ ഉറങ്ങണം ഒരു സാധാരണ മനുഷ്യൻ? സാധാരണ മനുഷ്യൻ ഒരു 8 hours മിനിമം സ്ലീപ്പ് ചെയ്യണം. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോ നമ്മൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാവിലെ ഫുഡ് കഴിച്ചിട്ടോ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. അപ്പൊ സ്ലീപ്പാണ് മെയിൻ. ഇപ്പൊ നമുക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നവരും കാണാം, വൈകിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരും കാണാം. ശരിക്കും ഏതാണ് ഒരു ഐഡിയൽ ടൈം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ? ഐഡിയൽ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പൊ രാവിലെ ആകുമ്പോൾ നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കും, ഫ്രഷ് ആയിരിക്കും. ഈവനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ചിലവർ പലതരം ജോബ് ആയിരിക്കും ഓരോരുത്തർക്ക്. അപ്പൊ അവർ ആ ജോബിന്റെ ടെൻഷൻ എല്ലാം കൊണ്ടുവന്ന് ചിലപ്പോൾ ഈവനിങ് സ്കിപ്പ് ആക്കുന്നവരുണ്ട്. മോർണിംഗ് ആണ് കൂടുതലും ഞാൻ കാണുന്നത് കറക്റ്റ് ആയിട്ട് വരുന്നത്.
ഈവനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അവര് പ്രോപ്പർ ആയിട്ട് വരത്തില്ല. അവർ ഈ പല സ്ട്രെസ്സും അങ്ങനത്തെ പല കാര്യങ്ങളിലായാലും അവര് ഭയങ്കര ബോധേഡായിരിക്കും അതിൽ. അപ്പം ഈവനിങ് കുറവാണ് ആൾക്കാർ വരുന്നത്. രാവിലെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയൽ ടൈം അല്ലേ? ഐഡിയൽ ടൈം എന്ന് ഉദ്ദേശിച്ച് അങ്ങനെയല്ല, ഞാൻ ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്താണ് പറയുന്നത്. പക്ഷെ മോർണിംഗ് രാവിലെ വരുന്നതിന്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്, ഈവനിങ്ങിന്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പൊ മോർണിംഗ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെന്റലി നമ്മൾ ഓക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഈവനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണം. അത് നമുക്ക് കുറച്ചും കൂടെ എന്ത് പറയാം, സ്ട്രെങ്ത് കുറച്ചും കൂടെ ബിൽഡ് ആക്കും. അപ്പൊ നമുക്ക് ഈവനിങ് കുറച്ചും കൂടെ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും, മനസ്സിലാവും. പക്ഷെ അത് നമുക്ക് മോർണിംഗ് കിട്ടത്തില്ല. പക്ഷെ മോർണിംഗ് നമ്മൾ മെന്റലി ഓക്കെ ആയിരിക്കും, ഈവനിങ് നമുക്ക് ആ ഒരു മെന്റലി ഓക്കെ കിട്ടാൻ ഇത്തിരി പാടാണ്, മനസ്സിലായോ? ഇതാണ് കമ്പാരിറ്റീവിലുള്ള വ്യത്യാസം. പക്ഷെ നമുക്ക് കൂടുതലും വെയിറ്റ് ലിഫ്റ്റ് ആവുന്നത് ഈവനിങ് ടൈമിലാണ്, മനസ്സിലായി. പക്ഷെ മോർണിംഗ് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന ടൈം മോർണിംഗ് ആണ്, ഈവനിങ് അല്ല. കാര്യം വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് കറക്റ്റ് പ്രോട്ടീൻ കണ്ടന്റ് ഫുഡായിട്ടുള്ള നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ളത്. അത് നമുക്ക് മോർണിംഗ് ആണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ജിമ്മിലേക്ക് വരാൻ ഒരുപാട് പേര് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. കാരണം ഒന്ന് ഫുഡ് സ്കിപ്പ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു സങ്കടം ഒരുപാട് പേര് ജിമ്മിൽ വരുന്നതിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കഴിക്കാൻ പറയുന്ന ഫുഡുകൾ കുറച്ചും കൂടി എന്താ പറയുക എക്സ്പെൻസീവ് ആയി തോന്നാറുണ്ട്. ഇപ്പൊ 10 മുട്ടയൊക്കെ കഴിക്കേണ്ടി വരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ്. ശരിക്കും എങ്ങനെയാണ് ഒരു ഫുഡ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കാതിരിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടി വരും? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഒരാളടുത്ത് അവരുടെ ഭക്ഷണ രീതി മാറ്റാൻ പറയുമ്പോൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറയരുത്. ഇപ്പം ഒരു 5 നേരം കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ അടുത്ത് ഒരു 4 നേരം കഴിക്കാൻ പറയണം. അത് വണ്ണം ഉള്ളവരടുത്ത്, അവര് വെയിറ്റ് ലോസ് ആണ് എയിമെങ്കിൽ അവരടുത്ത് 5 നേരം ഉള്ള ഒരു 4 നേരം കഴിക്കാൻ പറയണം. ദെൻ അത് 3 ആക്കണം, ദെൻ അത് 2 ആക്കണം. എനിക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് കൺസ്യൂം ചെയ്യാൻ പറയണം. ഒറ്റയടിക്ക് അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കാണിക്കാൻ ഒരാഴ്ച അത് സ്റ്റോപ്പ് ചെയ്യും. ദെൻ അവർ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യും. അതിൽ നമ്മൾ അവരെടുക്കുന്ന ഒരു ഇതുപോലെ ഇരിക്കും, മനസ്സിലായോ? പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഈ 10 മുട്ട, ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സോ എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ അവരടുത്ത് എന്ത് ചെയ്യണം, കൂടുതലും നമുക്ക് നമ്മളെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന ആഹാരങ്ങൾ കൺസ്യൂം ചെയ്യാൻ പറയണം. അതായത് പയറ്, പിന്നെ അതേപോലെ ലീഫി ആഹാരങ്ങൾ, പിന്നെ ഈ എഗ്ഗ്, പിന്നെ മീറ്റ്, അങ്ങനത്തെ ഒക്കെ. ഈ മീറ്റ് എന്ന് പറയുമ്പോ ഞാൻ ഈ ജിമ്മിൽ പോകുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അൽഫാം കഴിക്കാം, കാരണം അൽഫാം കഴിച്ചാൽ കുഴപ്പമില്ല. ശരിക്കും അൽഫാം കഴിക്കുന്നത് ശരിയാണോ? ശരിക്കും അൽഫാം കഴിക്കാം, പക്ഷെ നമ്മൾ ഈ നോർമൽ ചിക്കൻ വേവിച്ച് കഴിക്കുന്നതും അൽഫാം കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം അൽഫാം കഴിക്കാൻ പറ്റുന്ന അതിലെ കെമിക്കൽ കണ്ടന്റ് കൂടെ നമുക്ക് ബോഡിയിലാവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ നോർമൽ വീട്ടിൽ അത് ചിക്കൻ അവിച്ച് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ അത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള കെമിക്കൽ ആഡ് ചെയ്യും. സെയിം കണ്ടന്റ് ഓഫ് പ്രോട്ടീൻ ആണ് കിട്ടുന്നതെങ്കിലും അതിൽ കുറച്ചും കൂടെ എന്ത് പറയാൻ കെമിക്കൽസ് ആഡ് ആവും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ വീട്ടിലെ ചിക്കൻ കറി കഴിക്കുന്നതാണ് അൽഫാം കഴിക്കുന്നതിനേക്കാൾ നല്ലത്? ചിക്കൻ കറിയാണ് തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ലല്ലോ വെളിയിൽ. അവർ കൂടുതലും നമ്മുടെ ടേസ്റ്റ് വൈസിനായിട്ട് കെമിക്കൽസ് ആഡ് ചെയ്യും. തീർച്ചയായിട്ടും അവർ ആഡ് ചെയ്യും. അപ്പൊ നാളെ നമ്മൾ വെളിയിൽ പോയി കഴിക്കാൻ അതിനുള്ള പരിശ്രമം അവരുടെ സൈഡിൽ നിന്ന് ചെയ്യും. നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്ത് വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പോ നമ്മളിപ്പോ ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോ ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ, ഇപ്പൊ മുട്ട കഴിക്കാത്തവരുണ്ടായിരിക്കും, പാല് കുടിക്കാത്തവരുണ്ടായിരിക്കും. അപ്പൊ അതിനെങ്ങനെയാ നമുക്ക് ഇപ്പൊ പ്രോട്ടീന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അതിനെങ്ങനെയാ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത്? അത് നമുക്ക് അവരുടെ അടുത്ത് പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യാം. പക്ഷെ ജിമ്മിൽ വരുന്ന എല്ലാവരും പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്നുണ്ടോ? എല്ലാവർക്കും കഴിക്കാം, തീർച്ചയായിട്ടും കഴിക്കാം. പ്രത്യേകിച്ച് ഡോക്ടറിന്റെ സജഷനോടെ ആയിരിക്കണം, പിന്നെ നല്ല ബ്രാൻഡ് ആയിരിക്കണം. നമ്മൾ പൊതുവെ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് ടെൻഷനാണ്. കാരണം അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ, നമ്മളെ ബോഡി അതെങ്ങനെ ബാധിക്കും? അപ്പോ ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യണം എന്നും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്? തീർച്ചയായിട്ടും നമ്മൾ കൂടുതലും കൺസ്യൂം ചെയ്യുന്നത് പ്രോട്ടീൻ പൗഡർ ബോഡി ബിൽഡേഴ്സ് ആണ്. പക്ഷേ പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ, പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഫുഡിൽ നിന്നും കിട്ടും, സെയിം ആസ് കെമിക്കൽ പൗഡറിൽ നിന്നും കിട്ടും. പക്ഷെ ഈ കെമിക്കൽ ഫോമിൽ കിട്ടുന്ന പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൂടുതൽ പെട്ടെന്ന് അബ്സോർപ്ഷൻ ആവും. പെട്ടെന്ന് നമുക്കിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് എന്ത് പറയാൻ, നമുക്ക് ഈ റിക്കവറി നടക്കും, പെട്ടെന്ന് അബ്സോർപ്ഷൻ ആവും ബോഡിയിൽ. അപ്പം അത് നമുക്ക് എന്ത് പറയാൻ, നമുക്ക് ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനിൽ നിന്ന് പെട്ടെന്ന് കിട്ടത്തില്ല. നമ്മളെ ചുറ്റുപാടിൽ നിന്നുള്ള നാച്ചുറൽ പ്രോട്ടീനിൽ നിന്ന് അത് കിട്ടത്തില്ല. അതാണ് കമ്പാരിറ്റീവ്ലി തമ്മിലുള്ള വ്യത്യാസം.